രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കൈകൾ നെഞ്ചത്ത് കമത്തി വെച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരാം. കർത്താവേ, അങ്ങ് തന്ന വചനങ്ങൾ ഞാൻ അവർക്ക് നൽകി. അവരൊത്തിരി പേര് അത് സ്വീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ക്ലേശങ്ങളെ കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായി ജീവിതത്തിൽ ഏറ്റുപറയാൻ ആവശ്യമായി ജ്ഞാനവരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്രിസ്തു ഒരേ സമയം വചനവും ജ്ഞാനവുമാണല്ലോ. ക്രിസ്തുവിൻ്റെ വചനം നടപ്പിൽ വരുമ്പോൾ അത് നിറവേറുന്ന ദൈവികമായ പദ്ധതികളെക്കുറിച്ചുള്ള അന്തർജ്ഞാനമാണ് സുവിശേഷത്തിൻ്റെ ജ്ഞാനം. ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനമാണ് സഹനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയും സ്വന്തം ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ നിൻ്റെ നാമത്തിൽ ജീവിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നീ നൽകുന്ന നിത്യത പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുവാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ സാന്നിധ്യം നൽകുന്ന ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഈ നിമിഷം ഈ തീർത്ഥാടനത്തിലെ പങ്കെടുത്ത് ആരാധിക്കുന്ന ഓരോ മക്കളുടെ മേലും സ്പർശിക്കണമേ. കർത്താവേ, ഓൺലൈനിലെ ധ്യാനം കേൾക്കുന്ന എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ ഈ നിമിഷം എല്ലാ മക്കളെയും സ്പർശിക്കണമേ. അടുപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി അമ്മയുടെ മാധ്യസ്ഥതയിലെ എല്ലാ മക്കളിലും പ്രസരിക്കട്ടെ. രോഗങ്ങള്, വ്യാധികള്, ദുരിതങ്ങള് ദൈവത്തിന്റെ നാമത്തില് ആരാധന, മഹത്വം, മഹത്വം, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട്. അതിനുമേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകാത്ത എല്ലാ ജീവിത വിഷയങ്ങളെയും ജീവിത ദുരിതങ്ങളെയും ഈ ആരാധനയിലൂടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പ്രതിഷേധത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയവര്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര്, പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവര്, നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാചിക ചിന്തയുള്ളവര്, അവരെല്ലാം മനസ്സന്തരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീട് സ്ഥലവുമില്ലാത്ത ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ജപ്തി നടപടി നേരിടുന്നവര്, കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര്, അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവര്, വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ, ഇപ്പോഴും വിസ ശരിയാകാത്തവര്,
പലപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവർ, ജയിലിലകപ്പെട്ടവർ എല്ലാവരും വേദനിച്ചുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവര്, അന്യാധീനമായിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങി കൊടുക്കാത്തവര്, വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസ് കുരുക്കി വിഷമിച്ച് നടക്കി ജീവിക്കുന്നവര്, പൊറുക്കണ സ്ഥലത്ത് വെള്ളമില്ലാത്തവർ, വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ, വിറ്റിട്ട് പോരാനും പറ്റണില്ല, അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ, ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർ, പ്രഷറുള്ളവർ, ഷുഗറുള്ളവർ, പാങ്ക്രിയാസിന് നീരുള്ളവർ, അതിന് ഓപ്പറേഷൻ നിശ്ചയിച്ച് ശരീരത്തിൻ്റെ വിവിധമായ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, അതിന് പേടിയുള്ളവർ, അതിന് പണമില്ലാത്തവർ, അവർക്കെല്ലാം വിടുതലിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ, അത് ഉടമ്പടിയുടെ പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ, അതിൽ പ്രതിസന്ധി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അവരെ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ മാസം ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവർ, ഈ മാസം ജൂലൈ അവസാനം വരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവർ, ഈ 3 മാസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞവരെ, അവിടെ സാക്ഷ്യാനുഭവം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എല്ലാ മക്കളെയും കൃപയുടെ വലിയ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മക്കളില്ലാത്തവരെ, കൂടെ കൂടെ അബോർഷൻ ഉണ്ടാകുന്നവരെ, ശരീരത്തിൽ സിസ്റ്റുകളുള്ളവരെ, പൊളിപ്പുകളുള്ളവരെ, ഹൃദയത്തിനും ശിരസിനും ബ്ലോക്കുള്ളവരെ, കരരോഗികളെ, അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി തേയ്മാനമുള്ളവരെ, നടുവിന് വേദനയുള്ളവരെ, കർത്താവേ നിന്റെ തിരുമുറുവാർന്ന വലത് കരത്താൽ മക്കളെ സ്പർശിക്കണമേ. വിവാഹം ഒത്തുവരാത്തവരെ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, കാണാതെ പോയ ഭർത്താക്കന്മാർ, ഭാര്യമാരും, മക്കള്, കാണാതെ പോയ വസ്തുവകകൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ മാധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. അസ്ഥി വളരുന്നവര്, ഗർഭിക ആയതിനു ശേഷം അത് എടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളവരെ, എടുത്തു കളയാൻ ഒരു മനസ്സുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത തേങ്ങുന്ന അമ്മമാര്, ഗുരുതരമായ തെറ്റുകളുള്ള ജയിലിൽ കിടക്കുന്നവര്, അവരുടെ മാനസാന്തരം, അവരെ വിടുവിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന് ചുറ്റോട് ചുറ്റും കലവരം മുഴുവനും എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്ന് മോചിതരാകാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടുകൊണ്ട് പൈശാചിക സ്വാധീനങ്ങളെ, നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവരെ, റോഡിൽ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും സമാധാനം അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഴുവൻ മക്കൾക്കും സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്ത സംരക്ഷണം. ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ട്. അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല, ഒരു ജീവിതമാണെന്ന് പറഞ്ഞ പോലെയാണ്. ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ്. അതിൽ പല കാര്യങ്ങൾ വെക്കും. ചിലപ്പോൾ ചെറിയ പറയും ചിട്ടി വീഴാൻ പറയും, കേൾക്കുന്നവർ ചിരിക്കും, പക്ഷെ അവർക്ക് ചിരി വരത്തില്ല. അവിടെ ജീവിതമാണത്. ചില മക്കൾ പോസ്കോ കേസിൽ അകത്താണ് കിടക്കുന്നത്. ചില കേസ് പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്, ചിലർക്ക് ജാമ്യമില്ല. നമുക്ക് തെറ്റാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ആ കുടുംബത്തിന് വരുമാനം വേറെ മാർഗമില്ല. ആ മേഖലയിലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. ആ വ്യക്തികളെല്ലാം നവീകരിക്കപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. അവർ പൊതുജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയോടെ
അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ നടക്കുന്ന മുഴുവൻ യാത്രകൾ, കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഡേറ്റ് എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തന്നെ വേറെ ആൾക്കാർ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, പരീക്ഷ റിസൾട്ടിൻ്റെ ഡേറ്റ്, പരീക്ഷയുടെ ഡേറ്റ്, ജപ്തി ഡേറ്റ്, ലേലത്തിൻ്റെ ഡേറ്റ്, എത്ര ഡേറ്റുകളാണ്. കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ എത്തിക്കുന്ന, കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ സ്കൂളിലാക്കുന്ന ഡേറ്റുകൾ, സ്കൂളിലെ പരീക്ഷകൾ, എല്ലാം കുറേ ഡേറ്റുകളുണ്ട്. സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ്. അമ്മയുടെ മധ്യസ്ഥത്തിന് നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക. നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട്. കാര്യം ആ ഡേറ്റിനുള്ള അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. അവന് പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ സഞ്ചാരങ്ങളെ സമർപ്പിക്കാൻ പറയുന്നുണ്ട്. മനുഷ്യൻ മുഴുവനും സഞ്ചാരത്തിലാണ്. നാട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നാട്ടിൽ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്, അവിടുന്ന് വരുന്നവരുണ്ട്, കേസിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. നിങ്ങളെ ബന്ധപ്പെട്ടവർ, കുടപ്പുറന്മാർ, അവിടെ സഞ്ചാരങ്ങളെ, യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ശേഷം ആശീർവാദം. ഒരിക്കൽ കൂടി മരീനോട് ഉണ്ടയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യാരണ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പ്രതി, ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ഛിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ, അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിന്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ, ഈശോയെ എളിമയെന്ന പുണ്യം, ദൈവസ്നേഹമെന്ന പുണ്യം ഞങ്ങളിൽ വർദ്ധമാനമാകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആമേൻ.